ജൂതന്മാരെ 60 ലക്ഷത്തെ അറുകൊല ചെയ്ത ഹിറ്റ്ലർ, നാസി ജർമ്മനിയിലെ ഹിറ്റ്ലർ, അയാൾ ഒരു ക്രിസ്ത്യൻ കുരിശ് വംശീയവാദിയായിരുന്നു. കുരിശ് വംശീയവാദി. ഈ വംശീയവാദം ഏതിൻ്റെതായാലും ശരി, ഒന്നു ചേരുമ്പോൾ ലോകത്തുണ്ടാകുന്ന അപകടം ഇത്ര ഭീകരമാണ്. ആ വംശീയവാദി ഇതേ ജൂതന്മാരെയാണ്. ഇതേ ജൂതന്മാരെ 60 ലക്ഷത്തെ യൂറോപ്പിൽ കശാപ്പ് ചെയ്ത് കളഞ്ഞു, ഗ്യാസ് ചേമ്പറിലിട്ട് വറുത്തെടുത്തു. പ്രിയപ്പെട്ടവരെ, ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ഇസ്രയേല്യർ, ആ ഹിറ്റ്ലറിൻ്റെ പിന്മുറക്കാർ, വംശീയവാദികളായ അമേരിക്കക്കാരുടെ പിന്തുണയോടുകൂടി ഫലസ്തീനികൾ, പാവം ഫലസ്തീനികളുടെ മേൽ ഇന്നവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അവർ ആകെ ചെയ്ത തെറ്റെന്താ? ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഫലസ്തീനികൾ ചെയ്ത തെറ്റെന്താ? യൂതരോട് ചെയ്ത തെറ്റെന്താണ്? അവരുടെ അച്ഛനമ്മമാർ അവിടെയുള്ളവരായിരുന്നു, ഫലസ്തീനികളായിരുന്നു. അവരുടെ അമ്മമാരുടെ വയറ്റിൽ അവർ ജനിച്ചു. ഇതാണ് അവർ ചെയ്ത തെറ്റ്. അവരുടെ അമ്മമാരുടെ വയറ്റിൽ അവർ ജനിച്ചു. ആ മണ്ണിൽ അവിടത്തെ വായു ശ്വസിച്ചു, ആ മണ്ണിൽ കളിച്ചു, അവർ ജീവിച്ചു നമ്മളെപ്പോലെ. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചത് വളരെ അർത്ഥവത്തായ ഒരു വാക്കാണ്. നമ്മളിവിടെ ജനിച്ച് ഇവിടെ ജീവിച്ച് ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കെ ഒരു ജനത വരുന്നു, എവിടെ നിന്നെന്നറിയാതെ. എന്നിട്ട് അവർ പറയുന്നു, 2000 കൊല്ലം മുമ്പ് ഞങ്ങളുടെ അച്ഛന്മാർ ഇവിടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് പൊക്കോളാൻ പറഞ്ഞാൽ കായംകുളങ്കാരൊക്കെ പോവല്ലോ അല്ലേ? എന്ത് ന്യായമാണ്, എന്ത് ന്യായമാണ്? അവർ പൊക്കോളാൻ പറഞ്ഞാൽ പൊയ്ക്കോളാൻ പത്രേ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ രാജ്യം പിടിച്ചെടുത്ത് ഒരു രാഷ്ട്രമുണ്ടാക്കി കൊടുത്തു. എന്നാൽ എന്താ ചെയ്യണ്ടേ? അവർക്കൊരു രാജ്യം മതി. ഒരു രാജ്യം എങ്ങനെയെങ്കിലും കയറിക്കിടക്കാൻ ചെതറിപ്പോയവർക്ക് ഒരിടമില്ലാത്തത് കൊണ്ട് ഒരിടം കിട്ടാനാണെങ്കിൽ അത് നമുക്ക് ഒരളവ് വരെ മാനിക്കാം. പക്ഷെ അവർ കയറി വന്നതിന് ശേഷം അവരുടെ രാജ്യാതിർത്തികൾ വിസ്തൃതമാക്കി യുദ്ധം ചെയ്ത് ഒരുപാട് മേഖലകൾ അറബികളോട് 6 നാൾ നീണ്ടുനിന്ന യുദ്ധത്തിൽ പിടിച്ചെടുത്തു. പിന്നെയും പിടിച്ചെടുക്കുക. അവിടെ ജീവിച്ച ജനങ്ങൾക്ക് ജീവിക്കാൻ 1 ഇഞ്ച് ഇടം കൊടുത്തിട്ടല്ല, അവർ പിടിച്ചെടുക്കുന്നിടത്ത് നിന്നും മുഴുവൻ അവരെ പുറന്തള്ളുകയാണ്. ഫലസ്തീനിൻ്റെ മണ്ണിൽ വളരെ ക്രൂരമായി അധിനിവേശം നടത്തി ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു വംശീയ പൈശാചിക രാഷ്ട്രത്തെ അമേരിക്കൻ സാമ്രാജ്യത്വ ശക്തികളുടെ പിന്തുണയോടുകൂടി പ്രതിഷ്ഠിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ആ രാജ്യത്ത് ആ സംഭവം നടക്കുന്ന 1948 ബാൾഫർ എന്ന് പറയുന്ന ഒരു പ്രഖ്യാപനത്തോടെ നടക്കുന്ന ആ സംഭവം ഉണ്ടാകുമ്പോൾ ആ രാജ്യത്തെ, ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ പദവിയിൽ, മാന്യതയിൽ അംഗീകരിക്കണമോ എന്ന ചർച്ച ഇന്ത്യയുടെ മുമ്പിൽ വന്നപ്പോൾ ഇന്ത്യ കണ്ട ഏറ്റവും മഹാനായ മനുഷ്യസ്നേഹിയായ ഗാന്ധിജി പറഞ്ഞത് ഇസ്രയേൽ ഒരു രാഷ്ട്രമേ അല്ല എന്നാണ്. ഗാന്ധിജി മുസ്ലിം ആയതുകൊണ്ടല്ല, ഗാന്ധിജി ഫലസ്തീനി ആയതുകൊണ്ടല്ല, ഗാന്ധിജി നല്ലൊരു ഹിന്ദുവായിരുന്നു. പ്രിയപ്പെട്ടവരെ, വേദപണ്ഡിതനായിരുന്നു. അഗാധമായ പാണ്ഡിത്യത്തിൻ്റെയും ദർശനത്തിൻ്റെ ഉടമയായ ഗാന്ധിജി പറഞ്ഞു ഇസ്രയേൽ ഒരു രാഷ്ട്രം അല്ല. ഗാന്ധിജി അന്ന് പറഞ്ഞ ആ നയത്തെ അതേപടി ശരിവെച്ചുകൊണ്ടായിരുന്നു ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന നമ്മുടെ രാഷ്ട്രശില്പിയും ഇന്ത്യ രാജ്യത്തിൻ്റെ വിദേശ നയം രൂപപ്പെടുത്തിയത്. ഫലസ്തീനെ ഒരു രാഷ്ട്രമെന്ന നിലയിൽ അംഗീകരിക്കാൻ ആവില്ല. കാരണം ഒരു രാഷ്ട്രം രൂപാന്തരപ്പെടുന്നതിനാവശ്യമായ നൈതികമായ ഒരു നിയമങ്ങളും പാലിച്ചുകൊണ്ടല്ല. ആ രാജ്യത്ത് ജനിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആ നാടിൻ്റെ മക്കളെ, മണ്ണിൻ്റെ മക്കളെ, ആ നാടിൻ്റെ നേരവകാശികളെ സ്വന്തം നാട്ടിൽ നിന്ന് നാട്ടി പുറത്താക്കിയിട്ട് ഒരു രാജ്യം അധികാരത്തിൻ്റെ ആയുധത്തിൻ്റെ ഹുങ്കുകൊണ്ട് പിടിച്ചെടുക്കുന്ന ഒരു രാഷ്ട്രം എങ്ങനെയാണ് രാഷ്ട്രമാണ് എന്ന് ധാർമ്മികതയുടെ പശ്ചാത്തലമുള്ള സനാതനമായ പാരമ്പര്യമുള്ള ഇന്ത്യക്ക് എങ്ങനെയാണ് അംഗീകരിക്കാനാവുക എന്ന നിലപാടിൽ നിന്ന് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മാറിയിട്ടില്ല. ഇന്ത്യയുടെ രാഷ്ട്രശില്പിയായ ജവഹർലാൽ നെഹ്റു മാറിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പ്രിയങ്കരിയായ മകൾ, പ്രിയദർശിനി എന്ന് രാജ്യം വിശേഷിപ്പിച്ച നമ്മുടെ രാജ്യത്തിൻ്റെ ഉരുക്കു വനിതയായി ലോകം നിറഞ്ഞ സർവ്വസ്വീകാര്യതയാർജിച്ച ഇന്ദിരാഗാന്ധി ആ നിലപാടിൽ നിന്ന് മാറിയില്ല. അവരുടെ പ്രിയപ്പെട്ട പുത്രനായ രാജീവ് ഗാന്ധി ആ നിലപാടിൽ നിന്ന് മാറിയില്ല. പ്രിയപ്പെട്ടവരെ, ഇസ്രയേലിനെ ഒരു രാജ്യമായി അംഗീകരിക്കാനോ നയതന്ത്ര ബന്ധം സ്ഥാപിക്കാനോ പോലും തയ്യാറാകാത്ത മഹിതമായ ഒരു പാരമ്പര്യത്തിലാണ് ഇന്ത്യ രാജ്യം മുന്നോട്ട് പോയത്. ആ ഒരൊറ്റ കാരണം മാത്രം മതി. ഇസ്രയേൽ എന്തുകൊണ്ട്, ഇസ്രയേലാണോ ഫലസ്തീനാണോ ശരിയെന്ന ചോദ്യത്തിൻ്റെ ഉത്തരം അവിടെ തന്നെ ഉണ്ട്. ഒരു ഇന്ത്യക്കാരന് വേറൊരു ഉത്തരം തേടി പോകേണ്ട യാതൊരു കാര്യവുമില്ല. രാഷ്ട്രപിതാവിൻ്റെ നിലപാട്, രാഷ്ട്രശില്പിയുടെ ആദ്യ പ്രധാനമന്ത്രിയുടെ നിലപാട്,
പിന്നീട് വന്ന ഇന്ത്യക്ക് ഏറ്റവും അഭിമാനം പകർന്ന ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ പ്രധാനമന്ത്രിമാരുടെ രാഷ്ട്രത്തിൻ്റെ നിലപാട് അതായിരുന്നു. പക്ഷേ എന്നാണ് നിലപാട് മാറിയതെന്ന് നിങ്ങൾക്കറിയാമോ? അവരാ നിലപാടെടുക്കാൻ കാരണം എന്താണെന്നറിയാമോ? അവരുടെ ഉള്ളിൽ ആശയങ്ങളിൽ, വിശ്വാസങ്ങളിൽ, ആചാരങ്ങളിൽ വ്യത്യാസങ്ങളുണ്ടെങ്കിലും മനുഷ്യരെന്നും മനുഷ്യരാണ് എന്ന് വിശ്വസിക്കുന്ന മനുഷ്യത്വം അവരുടെ എല്ലാം ഉള്ളിൽ വളരെ ശക്തമായ നിലയിലുള്ള ഒരു വികാരമായി കുടികൊണ്ടിരുന്ന നല്ലവരായ മനുഷ്യരായിരുന്നു അവർ എന്ന ഒറ്റ കാരണമാ അവരങ്ങനെ നിലപാടെടുത്തത്. അവർ മനുഷ്യരായിരുന്നത് കൊണ്ടാണ്. ആ നിലപാട് പിന്നീട് തിരുത്തപ്പെട്ടു എന്ന് പറയുമ്പോൾ ആരാണ് ആ നിലപാട് തിരുത്തിയത്? പ്രിയപ്പെട്ടവരെ, മനുഷ്യരാശിയെ വ്യത്യസ്തമായ ജാതിയുടെ മതത്തിൻ്റെ പേരിൽ വേർതിരിക്കുകയും മനുഷ്യൻ ജാതി കൊണ്ട് വ്യത്യസ്തനാണെന്ന് പറയുകയും സവർണനും അവർണനും വ്യത്യസ്തനാണ്, മനുഷ്യ അസ്തിത്വത്തിൽ അവൻ തുല്യനല്ല, അവരൊരുപോലെ സ്വതന്ത്രരല്ല, അവർക്ക് വ്യത്യസ്തമായ അവകാശങ്ങളാണ് എന്ന് പറയുന്ന തത്വശാസ്ത്രത്താൽ പ്രചോദിതനായ ഒരു വ്യക്തി, അദ്ദേഹം ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഈ ഗാന്ധിജിയുടെ പ്രസ്ഥാനത്തിൻ്റെ പിന്മുറക്കാരനായി വന്നപ്പോൾ ദൗർഭാഗ്യവശാൽ രാജീവ് ഗാന്ധിയുടെ അകാല മൃത്യുവിൻ്റെ ഭാഗമായി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാകേണ്ടി വന്നു. അത് രാജ്യത്തിന് സംഭവിച്ച ഒരു ഗതികേടാണെന്ന് അദ്ദേഹത്തിൻ്റെ പാർട്ടി തന്നെ പിൽക്കാലത്ത് തിരിച്ചറിഞ്ഞൊരു പാർലമെൻറ്റ് സീറ്റ് പോലും കൊടുക്കാതെ പുറത്തേക്ക് വിട്ടു. ആ മനുഷ്യൻ്റെ പ്രേരണ എന്തായിരുന്നു? ഇന്ന് നമ്മളെ ഭരിക്കുന്ന ഫലസ്തീനുകളെ കൊന്നു തള്ളുമ്പോൾ, ആയിരങ്ങളെ കൊന്നു തള്ളുമ്പോൾ, അവരുടെ രാജ്യം വീണ്ടും വീണ്ടും പിടിച്ചെടുക്കുമ്പോൾ, ആ രാജ്യത്ത് ജനിച്ചു എന്നതല്ലാത്ത ഒരു തെറ്റും ഒരു കുറ്റവും ചെയ്തിട്ടില്ലാത്ത പാവം മനുഷ്യരെ അവരുടെ നാട്ടിൽ നിന്ന് പുറന്തള്ളുമ്പോൾ, അവർ 24 മണിക്കൂറിനുള്ളിൽ പുറത്തു പോയിക്കൊള്ളണമെന്ന് പറഞ്ഞ് അൾട്ടിമേറ്റം നൽകുമ്പോൾ, അന്ത്യശാസനം നൽകുമ്പോൾ, അത് പറഞ്ഞു വാമുറുക്കും മുമ്പേ ഇസ്രയേലേ നിന്നോടൊപ്പമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രയേൽ എന്ന് പറയുന്ന വംശീയ രാഷ്ട്രീയത്തെ ഗ്ലോറിഫൈ ചെയ്യുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ സംസ്കാരവും അന്ന് ഈ ഇസ്രയേൽ എന്ന് പറയുന്ന വൃത്തികെട്ട വംശീയ രാഷ്ട്രം, ബഹുമാന്യനായ അബിൻ ഷാ പറയുകയുണ്ടായി, ഞാൻ വംശീയതയെക്കുറിച്ച് പറയുന്നില്ലെന്ന്. പ്രിയപ്പെട്ട അബിൻ ഷാ, വംശീയതയെക്കുറിച്ച് പറയാതെ ഈ ചർച്ച എവിടെയും ഉപസംഹരിക്കാൻ നമുക്കാവുകയില്ല. ഇത് വംശീയതയിലാണ് തുടങ്ങുന്നത്. മാനവരാശിയെ ഒന്നായി കാണാൻ കഴിയുകയില്ല എന്ന ഭീകരമായ വംശീയത മാത്രമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. വംശീയവാദികൾ മാത്രമാണ് ഇവർക്ക് കൂട്ടുനിൽക്കുന്നത്. ഗാന്ധിജിക്ക് വംശീയതയില്ല, ജവഹർലാലിന് വംശീയതയില്ല, ഇന്ദിരയ്ക്ക് വംശീയതയില്ല, രാജീവ് ഗാന്ധിക്ക് വംശീയതയില്ല. പക്ഷേ അതിനുശേഷം വന്ന ഇസ്രയേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ച ആ പ്രധാനമന്ത്രിയുടെ പേര് പറയാൻ പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ആ പ്രധാനമന്ത്രി വംശീയവാദികളുടെ തടവറയിൽ പരിശീലനം നേടി വന്നയാളാ, കാക്കി ട്രൗസർ അണിഞ്ഞു വന്നവനാ. അയാൾക്കാണ് മനസ്സ് വന്നത്. പ്രിയപ്പെട്ടവരെ, ആ വംശീയവാദി ഇന്ന് അവർക്ക് കൂട്ടുനിൽക്കുകയും അവരുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾ മാത്രമല്ല, സൈനിക ബന്ധങ്ങൾ മാത്രമല്ല, സർവത്ര അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഏറ്റവും വലിയ മിത്ര രാഷ്ട്രമായി പ്രഖ്യാപിച്ചുകൊണ്ട് അവരോട് സഖ്യം ചെയ്യുന്ന ഇന്നത്തെ ഇന്ത്യൻ ഭരണാധികാരികൾ ദൗർഭാഗ്യമെന്ന് കരവരമെന്ന് പറയട്ടെ, നമ്മുടെ പ്രിയപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണെന്ന് ഗതികേട് കൊണ്ട് നമുക്കവരെ കുറിച്ച് പറയേണ്ടി വരുന്നുള്ളൂ എന്നോർത്തിൽ നാം ലജ്ജിക്കുകയാണ്. നമ്മുടെ രാജ്യമല്ലേ, അതുകൊണ്ട് നമുക്കങ്ങനെ പറഞ്ഞു പോവുകയാണ്. പക്ഷേ വിളിച്ചു കൂവുകയാണ്. എന്തുകൊണ്ട്? അവർ മാനവരാശിയുടെ ശത്രുവാണ്. പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കിക്കോ, ലോകത്തിൻ്റെ എക്കാലത്തെയും ഏറ്റവും വലിയ ഭീഷണി വംശീയതയാണ്, വംശീയതയാണ്, വംശീയതയാണ്. വംശീയത മാത്രമാണ്, മറ്റൊന്നുമല്ല എന്ന് ഞാൻ 1000 വട്ടം പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്ന് വംശീയവാദികൾക്ക് ലോകത്ത് മേധാവിത്വം ഉണ്ടായിട്ടുണ്ടോ? മാനവരാശിയെ ഒന്നായി കാണാത്ത, വിശ്വാസം എന്താകട്ടെ, മതമേതാകട്ടെ, ജാതി ഏതാകട്ടെ, അവർക്കെല്ലാവർക്കും മനുഷ്യാവകാശമുണ്ട് എന്ന് അംഗീകരിക്കാൻ കൂട്ടാക്കാത്ത ഏത് സമൂഹം, ഏതെല്ലാം ആളുകൾ ഏതെല്ലാം കാലത്ത് ലോകം ഭരിച്ചിട്ടുണ്ടോ അന്നെല്ലാം ലോക സമാധാനത്തിന്, മനുഷ്യരാശിയുടെ അസ്തിത്വത്തിന്, സന്തോഷകരമായ നിലനിൽപ്പിന് ഭീഷണിയേ ഉണ്ടായിട്ടുള്ളൂ. ഇന്ന് ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇന്ത്യ രാജ്യത്ത് ഇസ്രയേൽ ഒരു വംശീയ രാഷ്ട്രമാ. എന്തുകൊണ്ട് വംശീയ രാഷ്ട്രമാണ്? അവരയഥാർത്ഥത്തിൽ പറയുന്നത് എന്താ? അവർ ഇസ്രയേൽ എന്ന് പറയുന്ന രാഷ്ട്രം അമേരിക്ക എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ ആയുധ രാഷ്ട്രത്തിൻ്റെ, അല്ലാതെ എന്താണ് അമേരിക്കയ്ക്ക് ലോകത്ത് മികവ് പറയാനുള്ളത്? ടെക്നോളജിയുടെയും സയൻസിൻ്റെയും അകമ്പടി കൊണ്ട് മാരകങ്ങളായ മാസ് ഡിസ്ട്രക്റ്റീവ് വെപ്പൺസ്, അതാണല്ലോ യഥാർത്ഥത്തിൽ ഇറാഖിലെ സദ്ദാം ഹുസൈൻ അതുണ്ടെന്ന് കള്ളം പറഞ്ഞുകൊണ്ടാണല്ലോ 10 ലക്ഷം മനുഷ്യരെ ആ പിശാച രാഷ്ട്രം കൊന്നതല്ലേ? അല്ലേ? എന്താ പറഞ്ഞേ? മാസ് ഡിസ്ട്രക്റ്റീവ് വെപ്പൺസ് അതുണ്ട് പോൽ.
സദ്ദാം ഹുസൈന് എന്ന് പറഞ്ഞുകൊണ്ടാണ് സദ്ദാമിനെ കയറി പിടിച്ചതും 10 ലക്ഷം മനുഷ്യരെ കൊന്നതും ഈ പിശാചി രാഷ്ട്രം അമേരിക്ക. സത്യത്തിൽ ഇസ്രയേലിനെ പറയുമ്പോൾ നമ്മളൊക്കെ വാസ്തവത്തിൽ പറയാൻ സുഖമുള്ള ഒരു പേര് പറയുകയാണെന്ന് എനിക്ക് തോന്നുന്നത്. പറയേണ്ടത് ഇസ്രയേലിനെ അല്ല, സാക്ഷാൽ ഈ പിശാചിനെയാണ്, അമേരിക്കയെയാണ്. അമേരിക്കയില്ലെങ്കിൽ ഇസ്രയേലില്ല, ഇസ്രയേലിന് നിലനിൽപ്പില്ല, അവൻ അസ്തിത്വമില്ല. സാക്ഷാൽ അമേരിക്ക എന്ന് പറയുന്ന ആ രാഷ്ട്രത്തിൻ്റെ നയമെന്താ? വംശീയതയാണ്. അവരുടെ ജനങ്ങൾ, ആ രാജ്യത്തെ ജനങ്ങളല്ല ഞാൻ പറയുന്നത് കേട്ടോ, അമേരിക്കയിലെ മുഴുവൻ ജനങ്ങളും വംശീയവാദികളല്ല എന്നല്ല പുതിയ കണക്കെടുപ്പ് നമ്മോട് സൂചിപ്പിക്കുന്നത്. അമേരിക്കയിലെ ഏതാണ്ട് 70% ജനങ്ങളും ഈ അമേരിക്കയുടെ ഭീകരമായ ഫലസ്തീൻ വിരുദ്ധവും ഇസ്രയേൽ അനുകൂലവുമായ ഈ വിദേശ നയത്തിനെതിരാണ് പോൽ അമേരിക്കയിലെ ജനങ്ങൾ. അമേരിക്കൻ ജനത മാറുകയാണ്. ഇസ്രയേലിൽ പോലും അവർക്കെതിരിൽ നിലപാടുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്, ജനം മാറുകയാണ്. പക്ഷേ അധികാരം കൊണ്ട് ലോകമേധാവിത്വം പിടിച്ചെടുത്ത് ജനങ്ങളെ പിന്തിരിപ്പിച്ച് വംശീയ മേനി പറഞ്ഞുകൊണ്ട് ലോകം ഭരിക്കാൻ കൊതിക്കുന്ന പിശാചുക്കൾ എന്നവരെ പറയുകയല്ലാതെ മനുഷ്യരെന്നവരെ പറഞ്ഞാൽ മാനവരാശിക്ക് നാണം തോന്നും. പ്രിയപ്പെട്ടവരെ, ഇസ്രയേൽ ഒരു വംശീയ രാഷ്ട്രമാണ്. അവര് എന്തുകൊണ്ടാണ് അവർക്ക് രാജ്യം വേണമെന്ന് അവർ പറഞ്ഞത് ഞങ്ങൾ യഹൂദികൾ 2000 കൊല്ലം മുമ്പ് അവിടെ താമസിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് വേണം. 2000 കൊല്ലം മുമ്പ് ആരെല്ലാം ലോകത്ത് എവിടെയെല്ലാം താമസിച്ചിട്ടുണ്ട്? 2000 കൊല്ലം മുമ്പ് ലോകത്ത് ആരെല്ലാം എവിടെയെല്ലാം താമസിച്ചിട്ടുണ്ട്? അവർക്കെല്ലാവർക്കും ഇപ്പോൾ അവരുടേതാണെന്നും പറഞ്ഞ് രാജ്യം വിട്ടു കൊടുക്കാൻ പറ്റുമോ? പ്രിയപ്പെട്ടവരെ, ഇന്ത്യ രാജ്യത്ത് 2000 കൊല്ലം മുമ്പ് താമസിച്ചവരാരാണ്? ദ്രാവിഡന്മാരാണ്. ഇതിൻ്റെ ആദിവാസികൾ ആരാണ്? നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഇപ്പോഴും കാണാൻ കഴിയും. പ്രീ ദ്രവീഡിയൻ അബോറിജിൻസ് ആണ് ഈ രാജ്യത്തിൻ്റെ ആദിമവാസികളെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം. 2000 കൊല്ലം മുമ്പ് അതിനപ്പുറമോ ജീവിച്ച അവർ മോഹൻജദാരോയുടെ, ഹാരപ്പായുടെ, ഇന്ത്യ നദീതട സംസ്കാരത്തിൻ്റെ, സിന്ധു സംസ്കാരത്തിൻ്റെ, അതാണല്ലോ നമ്മുടെ രാജ്യത്തിന് ലോക സംസ്കൃതിയിൽ ഇടം നൽകിയത്. അത് ഈ വംശീയവാദികളല്ല, അവരായിരുന്നു ഈ രാജ്യത്തിൻ്റെ അവകാശികൾ. അവരെ ഈ രാജ്യത്ത് ജീവിക്കാൻ അനുവദിക്കാതിരിക്കാൻ വേണ്ടി ഇന്ത്യയുടെ വിഭജനം നടത്തി മോഹൻജദാരോയും ഹാരപ്പായും പാകിസ്ഥാന് വിട്ടുകൊടുത്തവരാണ് ഈ വംശീയവാദികൾ. അറിയോ? പാകിസ്ഥാനിലായിരുന്നു. ഇന്ത്യയുടെ അഭിമാന ഭൂമിക പാകിസ്ഥാനിലാണ്. സ്വാഭാവികമായും ആ സംസ്കാരത്തിൽ അഭിമാനിക്കുന്ന പാഠപുസ്തകങ്ങളിലൂടെ പഠിക്കുമ്പോൾ നമുക്ക് അഭിമാനം തോന്നാറുണ്ട്. ആ സംസ്കാരത്തിൻ്റെ ഈറ്റില്ലം ഭൂമിക ഒന്ന് പോയി കാണാൻ നമ്മൾ ആഗ്രഹിച്ചാൽ നമുക്കങ്ങോട്ട് കടക്കാൻ പോലും ആവാത്ത വിധം അത് പാകിസ്ഥാന് വേണ്ടി വിഭജിച്ച് മതപരമായി വിഭജിച്ച് ഈ രാജ്യത്തെ തുണ്ടമാക്കിയ വംശീയവാദികൾ. വിഭജിക്കും നേരത്തെ കുറിച്ച് പറയുമ്പോൾ അവർ ചിലപ്പോൾ പറയും പാകിസ്ഥാൻ വിഭജിച്ചുകൊണ്ട് പോയി, മുസ്ലിങ്ങൾ വിഭജിച്ചുകൊണ്ട് പോയി എന്ന്. കേൾക്കുമ്പോൾ തോന്നും ആകെപ്പാട് ഇവിടെ നടന്ന ഒരേ ഒരു വിഭജനം പാകിസ്ഥാൻ വിഭജനമാണെന്ന്. ശ്രീലങ്ക ഇന്ത്യയുടെ ഭാഗമല്ലായിരുന്നോ? നേപ്പാൾ ഇന്ത്യയുടെ ഭാഗമല്ലായിരുന്നോ? ബർമ്മ ഇന്ത്യയുടെ ഭാഗമല്ലായിരുന്നോ? ഭൂട്ടാൻ ഇന്ത്യയുടെ ഭാഗമല്ലായിരുന്നോ? ആരാ വിഭജിച്ചേ? മുസ്ലിങ്ങൾക്ക് വല്ല റോളുണ്ടോ? ഈ ദുഷ്ടപിശാചുക്കൾ ഇവരോരോരുത്തരും മതകീയമായി തന്നെ വ്യത്യസ്ത മതങ്ങളെ ഈ രാജ്യത്ത് നിന്ന് പുറത്തോട്ട് പോകാൻ ഇന്ത്യയിൽ ജനിച്ച ബുദ്ധനോട് പോലും നിങ്ങളിവിടെ വേണ്ട, പൊക്കോ, ഞങ്ങൾക്കിവിടെ സവർണന്മാർക്ക് മാത്രമായി ഒരു വംശീയ രാഷ്ട്രം വേണമെന്ന് ആഗ്രഹിച്ചിട്ട് എന്നേ തുടങ്ങിയ വിഭജനമാണ്. വിഭജിച്ച് പെട്ടെന്നൊന്നും പുറത്താക്കാനാവാത്ത വലിയ ജനസംഖ്യയായതുകൊണ്ട് മുസ്ലിമീങ്ങൾക്ക് ഒരു രാജ്യം കൊടുത്തു. അതിനകത്ത് ഏകപക്ഷീയമായി ഞാൻ പറയുന്നില്ല, പക്ഷേ ആ വിഭജനത്തിന് ബ്രിട്ടീഷ് കാർമ്മികത്വത്തോടുകൂടി മൗണ്ട് ബാറ്റൺ പ്രഭുവിൻ്റെ കാർമ്മികത്വത്തിൽ അതിൻ്റെ പിന്നിൽ ഇവിടുത്തെ വംശീയവാദികളായ ഹിന്ദുക്കളുടെ റോള് ചെറുതല്ല. വംശീയവാദികളാണ് ഞാൻ സൂചിപ്പിച്ചു വരുന്നത്. 2000 കൊല്ലം മുമ്പ് ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിലേക്ക് മോഹൻജദാരോയുടെ ആളുകൾ വരിക, ദ്രാവിഡന്മാർ ഇങ്ങോട്ട് വരിക, ഞങ്ങൾ 2000 കൊല്ലം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ഞാൻ അന്നേരം എന്ന് പറഞ്ഞ മോഡി അധികാരവും ചെങ്കോലും ഇറങ്ങിപ്പോവല്ലോ അല്ലേ? ഇസ്രയേലിന് ചൂട്ടുപിടിക്കുന്ന നാണം കെട്ട നിലപാടല്ലേ അത്? ഇറങ്ങിപ്പോവോ? പോകണമല്ലോ. ഒരിഞ്ഞു വന്നാൽ എന്ത് ന്യായമാണ് ഈ പറയുന്നത്? അമേരിക്ക ഇതിന് കൂട്ടു നിൽക്കുന്ന രണ്ടാമത്തെ രാജ്യം അമേരിക്കയല്ലേ? അമേരിക്കയോട് ഞാനൊന്ന് ചോദിക്കട്ടെ, ആരാണ് അമേരിക്കയുടെ ആദിമവാസികൾ? അമേരിക്കൻ ഇന്ത്യൻസ് ആണ്. നിങ്ങൾ സെർച്ച് ചെയ്യൂ. 1500 വർഷങ്ങൾക്ക് അപ്പുറത്ത് 15ാം നൂറ്റാണ്ട് വരെ അവരായിരുന്നു അവിടെ കുടിയേറി പാർത്തിരുന്നത്. ഇന്നും അവർ ട്രൈബ്സായി, നേഷൻസായി അമേരിക്കയുടെ പല കോണുകളിലും അവർ അധിവസിക്കുന്നുണ്ട്. അവരെല്ലാം വന്നിട്ട് പിന്നീടാണ് യൂറോപ്യൻ അവരെ എത്തിച്ചേർന്നത്.
സഹോദരങ്ങളെ, 2000 കൊല്ലം മുമ്പ് അവരവിടെ പാർത്തിരുന്നു പോൽ ഞാൻ ചോദിക്കുന്നു, 500 കൊല്ലം മുമ്പ് വരെ ഞങ്ങളായിരുന്നു ഈ രാജ്യത്തിൻ്റെ ആദിമവാസികൾ. യൂറോപ്യന്മാരായ വെള്ളക്കാരെ നിങ്ങൾ വരുന്നതിന് മുമ്പ് ഞങ്ങളായിരുന്നു എന്ന് പറഞ്ഞ് ആ അമേരിക്കയുടെ ആദിമാവകാശികളായ ആ അമേരിക്കൻ ഇന്ത്യൻസ് അവിടെ കടന്നു വന്ന് നിങ്ങൾ പുറത്തു പോകണമെന്നാവശ്യപ്പെട്ടാൽ ആ ന്യായം പറഞ്ഞുകൊണ്ട് ഇസ്രയേലിന് ഫലസ്തീനുകളുടെ മേൽ കുടിയിരിക്കാനും കുതിര കയറാനും അവസരം നൽകുന്ന അമേരിക്കയുടെ ജോ ബൈഡൻ അധികാരം വിട്ടഴിഞ്ഞ് അവരെ ഏൽപ്പിച്ചിട്ട് ഇറങ്ങിപ്പോവോ? എല്ലാവരും അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുക. എല്ലാവരും ആവർത്തിച്ച് പറഞ്ഞ് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന നേരത്തെ ഉണ്ടായിരുന്നു എന്ന്. നേരത്തെ ആരല്ലാണ്ട് 2000 കൊല്ലത്തിന് മുമ്പ് അവിടെ മനുഷ്യന്മാർ ജീവിച്ചിട്ടില്ലേ? അവർക്ക് അത് അവകാശപ്പെടാൻ പറ്റില്ലേ? അതിനുശേഷം ജീവിച്ചിട്ടില്ലേ? പിന്നെ എന്തേ 2000 കൊല്ലം മുമ്പ് ജീവിച്ചിട്ട് ഈ വർഗത്തിന് ഈ ഗതികേട് വന്നു? ഞാൻ പറയുന്നത് ഇത് യഹൂദികളെന്ന് പറയുന്ന ഒരു വംശത്തെക്കുറിച്ച് ഉള്ള പ്രത്യേകമായ എതിർപ്പ് കൊണ്ടല്ല. യഹൂദികൾ എന്ന് പറയുന്ന യഹൂദികളല്ലിത്. യഹൂദികൾ എന്ന് പറയുന്ന ഒരു പ്രത്യേക വംശീയതയുടെ പേര് പറഞ്ഞുകൊണ്ട് പൊളിറ്റിക്കൽ ടെററിസം, പൊളിറ്റിക്കൽ മതപരമായ ഒരു ടെററിസം സ്ഥാപിച്ച് അത് മതാധിഷ്ഠിതമായ ഒരു രാജ്യം സ്ഥാപിക്കാൻ, മതാധിഷ്ഠിതമാണെങ്കിലും സഹിക്കാം, തികച്ചും വംശീയതയുടെ പേര് പറഞ്ഞുകൊണ്ട് ഒരു രാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടി 20-ാം നൂറ്റാണ്ടിൽ ഒരു കൂട്ടം വംശീയവാദികൾ ശ്രമിക്കുമ്പോൾ ആധുനികന്മാരെന്ന് പറയുന്ന പുരോഗമനവാദികളെന്ന് പറയുന്ന ഒരു സമൂഹത്തിന് വംശീയതയുടെ പേരിൽ രാഷ്ട്രം സ്ഥാപിച്ചു കൊടുക്കാൻ മടിയുണ്ടായില്ലെന്ന് പറഞ്ഞാൽ ഇവരുടെയൊക്കെ ആധുനികതയ്ക്ക്, പുരോഗമനവാദത്തിന് എന്താ അർത്ഥമാ കൂട്ടരെ? എന്താ അർത്ഥമുള്ളത്? വംശീയതയുടെ പേരിൽ ഞങ്ങളൊരു വംശമാ. എന്താ? ഞങ്ങൾ ദൈവത്തിൻ്റെ സ്വന്തം ആളുകളാ. ദൈവം ഞങ്ങൾക്ക് തന്ന വാഗ്ദത്ത ഭൂമിയാ. ആയിക്കോട്ടെ, കയ്യിൽ വെച്ചാൽ പോരായിരുന്നോ? എന്തിനാ വിട്ടുകൊടുത്തേ? കയ്യിലിരിപ്പ് കൊണ്ട്. എന്താ കയ്യിലിരിപ്പ്? അവരെ ആരാ പുറത്താക്കിയേ? പണ്ട് അസീറിയക്കാർ, ബാബിലോണിയക്കാർ, റോമാക്കാർ പലപ്പോഴായി ഈ വർഗത്തെ നാട് കടത്തിയത് എന്തിനെന്ന് ചരിത്രത്തിൽ പഠിക്കണം. ഇനി ചരിത്രത്തിലേക്ക് തന്നെയാ പോകാൻ പ്ലാനെങ്കിൽ എന്തുകൊണ്ട് ഈ വർഗത്തെ നാട് കടത്തി? എന്തുകൊണ്ട് ലോകം മുഴുവൻ ഈ സമൂഹം അലയാൻ വിധിക്കപ്പെട്ടു? ഇതിനൊക്കെ ചരിത്രത്തിൽ കൃത്യമായ ഉത്തരമുണ്ട്. ഹിറ്റ്ലറോട് നമുക്ക് വെറുപ്പുണ്ട്. 60 ലക്ഷം ജൂതന്മാരെ ഗ്യാസ് ചേംബറിലിട്ട് നാസി ക്രൈസ്തവ വംശീയതയുടെ നാമം പറഞ്ഞ് ചങ്കിലൊരു കുരിശു തൂങ്ങുമായിരുന്നു ഹിറ്റ്ലർ എന്ന് പറയുന്ന ക്രിസ്ത്യൻ വംശീയവാദിയുടെ ചങ്കത്ത്. ആ വംശീയതയാണ് ഇന്ന് അമേരിക്കയെ പ്രേരിപ്പിക്കുന്നത്. നമ്മൾ കാണണം. വംശീയവാദികൾ മാത്രമാണ് ഇവിടെ ഒന്നിക്കുന്നത്. വംശീയവാദികൾ, ഏത് മതത്തിലുമുള്ള വംശീയവാദികൾ ഒന്നിച്ചു ചേർന്ന് വംശീയവാദത്തിനൊപ്പം നിൽക്കാത്ത, വംശീയവാദ പ്രത്യയശാസ്ത്രത്തിന്റെ ഭാഗമാകാത്തവരെ ലോകത്തില്ലായ്മ ചെയ്യാൻ ശ്രമിക്കുകയാണ്. വംശീയവാദികൾക്ക് ലോകാധിപത്യം കിട്ടിയാൽ പിന്നെ ലോകസമാധാനമില്ല. ലോകസമാധാനത്തിന്റെ എക്കാലത്തെയും ഭീഷണി വംശീയവാദികളുടെ കയ്യിൽ ലോകാധിപത്യം ഉണ്ടാകല. അല്ലാതെ ഇസ്ലാമിന്റെ കയ്യിൽ ആധിപത്യം വന്നാൽ ഭീഷണി ഉണ്ടാകും. ഒരു പറയാ കമ്മ്യൂണിസത്തിന്റെ പേരിൽ ഭീഷണി ഉണ്ടാകും. അതൊന്നുമല്ല ലോകത്തെ ഏറ്റവും വലിയ ഭീഷണി. വംശീയവാദികൾ, അത് ഏത് മതവുമാകട്ടെ, അത് ക്രിസ്ത്യൻ വംശീയവാദമായാലും അമേരിക്കയിലെ പോലെ. നിങ്ങൾക്കറിയാലോ അമേരിക്കയിൽ എത്രമാത്രം ഉണ്ടെന്ന്. എത്രയോ കാലങ്ങൾക്ക് ശേഷം ഒരു ബറാക്ക് ഒബാമ എന്ന അരക്കറുമ്പൻ പ്രസിഡന്റ് ആകാൻ വേണ്ടി മത്സരിച്ചപ്പോ അപ്പുറത്ത് സ്വന്തം പാർട്ടിയുടെ മറുപുറത്ത് സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന ഹിലാരി ക്ലിന്റൺ അന്നും പറഞ്ഞത് ഇവൻ കറുമ്പനാണെന്ന് പറഞ്ഞത് ലോകം മുഴുവൻ വാർത്തയായിരുന്നു. കറുത്തവനെയും വെളുത്തവനെയും ഒന്നായി കാണാൻ കഴിയാത്ത പ്രാകൃതമായ മനസ്സ് 21-ാം നൂറ്റാണ്ടിലും വെച്ചു പുലർത്തുന്ന ഒരു രാഷ്ട്രം, ഒരു വംശീയ രാഷ്ട്രം, ഭീകര രാഷ്ട്രം. ആ രാഷ്ട്രത്തിന് മാത്രമാണ് ഈ വംശീയവാദികൾക്ക് കൂട്ടുനിൽക്കാൻ പറ്റുക. അപ്പൊ 2000 വർഷത്തിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവരിത് ചെയ്യുമ്പോൾ ഈ 2000 വർഷം മുമ്പ് ഉണ്ടായിരുന്നവർ ഇവര് എന്തൊക്കെ ചെയ്തെന്നറിയോ? ഏത് കാലത്തും ഏത് സമൂഹത്തോടൊപ്പം ജീവിച്ചാലും അവരുടെ ജനങ്ങൾക്ക് ഇവർ ശല്യമുണ്ടാക്കും. അവരവരുമായുള്ള ഒരുമിച്ച് ജീവിക്കുന്ന ജനങ്ങൾക്കിടയിലുള്ള കരാറുകൾ ലംഘിക്കും. നിങ്ങൾക്കറിയോ കരാർ ലംഘനത്തെ ഖുർആൻ പറയുന്നു, ഫബിമാ നഖളിഹിം മീസാഖഹും. അവർ കരാർ ലംഘകരായിരുന്നു എന്നതുകൊണ്ട്. വകുഫ്രിഹിം ബിആയാത്തില്ല, ദൈവിക ദൃഷ്ടാന്തങ്ങളെ നിരാകരിക്കുകയും നിഷേധിക്കുകയും ചെയ്യുകയാലും, വഖത്ലിഹിമുൽ അംബിയാ ബിഗൈരി ഹഖ്, പ്രവാചകന്മാരെ കാരണമില്ലാതെ കൊന്നുകളഞ്ഞതിനാലും. നോക്കൂ,
എന്തൊക്കെയാണ് ഇവരുടെ മേൽ ചുമത്തപ്പെടുന്ന ചാർജ് ഷീറ്റ്? ഈ വർഗത്തെ എത്ര പേരാ പുറത്താക്കിയത്? ഇവര് 250 മുതൽ AD 1948 വരെ ക്രിസ്തുവിന് ശേഷം ലോകത്ത് ക്രൈസ്തവാധിപത്യം നിലനിന്നിരുന്ന ക്രൈസ്തവാധിപത്യം, ഇസ്ലാമിക ആധിപത്യം അല്ല, ആഫ്റ്റർ ആന്റി ഡൊമീനിയൻ ആഫ്റ്റർ ഡെത്ത് AD ക്രിസ്തുവിന് ശേഷം 250 മുതൽ 948 വരെ 109 നാടുകളിൽ നിന്ന് ഈ വർഗത്തെ ആട്ടി ഓടിച്ചിട്ടുണ്ട്. ആരാ ഉത്തരവാദി? ഫലസ്തീനികൾക്ക് എന്ത് റോളാ അതിൽ? ആർക്കാ എന്ത് റോള്? ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും എന്ത് റോളാണ് അതിനകത്തുള്ളത്? പ്രിയപ്പെട്ടവരെ, ഇവർക്ക് എപ്പോഴെങ്കിലും ഫലസ്തീൻ ജൂതരുടെ മണ്ണാണെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് അനുകൂലമായി പോസ്റ്റ് എഴുതിയ ഒരുത്തൻ പറയുന്നു, AD 70 ജൂതർ ചെതറിപ്പോയപ്പോ. ആര് ചെതറിപ്പോയി? എന്തിന് ചെതറിപ്പോയി? ചെതറാൻ ആര് പറഞ്ഞു? ചെതറേണ്ടതിൻ്റെതായ കാരണങ്ങളാ ഖുർആൻ പറയണേ. വാഗ്ദത്ത ലംഘനം, കരാർ ലംഘനം, അതുപോലെ തന്നെ പ്രവാചകന്മാരെ കൊല്ലുക. അപ്പോൾ വലിഞ്ഞു കയറിയവരാ ഫലസ്തീനികളെന്ന് പറയുന്നത്. ഇയാൾ പറഞ്ഞിട്ട് പറയാ, 722 അസീറിയൻ രാജാവ് ജൂത ജനതയെ കീഴടക്കുമ്പോൾ അവരവിടെ ഉണ്ട്. അപ്പൊ അസീറിയൻ രാജാവ് പുറത്തേക്ക് വിട്ടു. മനസ്സിലായില്ലേ? 532 സൈറസ് ജെറുസലേമിനെ കീഴടക്കുമ്പോൾ ജൂതരവിടെയുണ്ട് അയാൾ പറയുകയാണ്. അതുപോലെ തന്നെ ഫലസ്തീനിലേക്ക് 638 ഇപ്പോൾ ഫലസ്തീനിലുള്ളവർ കയ്യേറുന്നതെന്ന്. 638 മുതൽ ഫലസ്തീനിലുള്ള ആളുകളോടാണ് 2000 നിങ്ങൾ ഇറങ്ങിപ്പോണമെന്ന് പറഞ്ഞത്. എങ്ങനെയുണ്ട്? 2000 638 മുതൽ ഫലസ്തീനിലുള്ളവരോട് 2000 ഇറങ്ങിപ്പോകാൻ പറയുക. എന്നാലോചിച്ചേക്ക്, 1500ഓളം വർഷത്തിന്റെ പഴക്കമുള്ള ഒരു ജനതയെ, എന്നിട്ട് പറയുന്ന അയാൾ തന്നെ 1517 ഓട്ടോമൻ സാമ്രാജ്യം അവിടെ വരുന്നു. അതോടെ ചിതറിപ്പോയ ഇസ്രായേല്യർ തിരികെ മാതൃരാജ്യത്ത് കുടിയേറുന്നു. എന്തായി പറഞ്ഞത്? ഓട്ടോമൻ സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ ഏതാ? ഉസ്മാനിയ ഖിലാഫത്ത്, മുസ്ലിമീങ്ങളുടെ ഭരണം വരുന്നു. ലോകത്ത് കൊള്ളരുതായിക കാരണം ഇവരെ ജനങ്ങളെല്ലാം, എല്ലാ രാജാക്കന്മാരും പുറത്താക്കിയപ്പോ 1517 ഉസ്മാനിയ ഖിലാഫത്ത്, ഓട്ടോമൻ സാമ്രാജ്യം വന്നതോടെ ചിതറിപ്പോയ ഇസ്രായേൽ രാജ്യത്തേക്ക് തിരിച്ചു വന്നു എന്ന്. അങ്ങനെ ഇന്നത്തെ ഫലസ്തീനികൾ ജൂതർ അവരുടെ രാജ്യത്തേക്ക് തിരികെ വന്നപ്പോൾ അന്നത്തെ മുസ്ലിം ഭരണാധികാരികൾ എതിർത്തില്ല എന്നതൊരു പരിധി വരെ ശരിയാ എന്നും ഈ ഫലസ്തീനികളുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഇസ്രയേലിന് വേണ്ടി വാദിക്കുന്ന ഇവൻ തന്നെ എഴുതുന്നു. അപ്പൊ ഇവര് കയറി വന്നപ്പോൾ എതിർക്കാതിരുന്നത്, അതുപോലെ തന്നെ ഇവരാദ്യം തിരികെ വന്നത് മുസ്ലിം ഭരണാധികാരികൾ ഉസ്മാനിക ഖിലാഫത്തിന്റെ കാലത്താണ്. അതുപോലെ തന്നെ തിരിച്ചു കയറി വന്നപ്പോൾ എതിർക്കാതിരുന്നത് മുസ്ലിം ഭരണാധികാരികളാണ്. എന്നിരിക്കെ ഈ പാവം ജനതയെ ഈ കൂട്ടക്കശാപ്പ് ചെയ്തവരുടെ രാജ്യം പിടിച്ചെടുത്തു. നിങ്ങൾക്കറിയാം, ചരിത്രത്തിൽ അവർ അമേരിക്കയുടെ പിന്തുണയോടുകൂടി, വംശീയവാദികളായ അമേരിക്കയുടെയും ഹിറ്റ്ലറുടെ പിന്മുറക്കാർ, ഞാൻ പറഞ്ഞല്ലോ, ജൂതന്മാരെ 60 ലക്ഷത്തെ അറുകൊല ചെയ്ത ഹിറ്റ്ലർ, നാസി ജർമ്മനിയിലെ ഹിറ്റ്ലർ, അയാൾ ഒരു ക്രിസ്ത്യൻ കുരിശ് വംശീയവാദിയായിരുന്നു. കുരിശ് വംശീയവാദി. ഈ വംശീയവാദം ഏതിൻ്റെതായാലും ശരി, ഒന്നു ചേരുമ്പോൾ ലോകത്തുണ്ടാകുന്ന അപകടം ഇത്ര ഭീകരമാണ്. ആ വംശീയവാദി ഇതേ ജൂതന്മാരെയാണ്. ഇതേ ജൂതന്മാരെ 60 ലക്ഷത്തെ യൂറോപ്പിൽ കശാപ്പ് ചെയ്ത് കളഞ്ഞു, ഗ്യാസ് ചേമ്പറിലിട്ട് വറുത്തെടുത്തു. പ്രിയപ്പെട്ടവരെ, ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ഇസ്രയേല്യർ, ആ ഹിറ്റ്ലറിന്റെ പിന്മുറക്കാർ, വംശീയവാദികളായ അമേരിക്കക്കാരുടെ പിന്തുണയോടുകൂടി ഫലസ്തീനികൾ, പാവം ഫലസ്തീനികളുടെ മേൽ ഇന്നവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അവർ ആകെ ചെയ്ത തെറ്റെന്താ? ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഫലസ്തീനികൾ ചെയ്ത തെറ്റെന്താ? യൂതരോട് ചെയ്ത തെറ്റെന്താണ്? അവരുടെ അച്ഛനമ്മമാർ അവിടെയുള്ളവരായിരുന്നു, ഫലസ്തീനികളായിരുന്നു. അവരുടെ അമ്മമാരുടെ വയറ്റിൽ അവർ ജനിച്ചു. ഇതാണ് അവർ ചെയ്ത തെറ്റ്. അവരുടെ അമ്മമാരുടെ വയറ്റിൽ അവർ ജനിച്ചു. ആ മണ്ണിൽ അവിടത്തെ വായു ശ്വസിച്ചു, ആ മണ്ണിൽ കളിച്ചു, അവർ ജീവിച്ചു നമ്മളെപ്പോലെ. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചത് വളരെ അർത്ഥവത്തായ ഒരു വാക്കാണ്. നമ്മളിവിടെ ജനിച്ച് ഇവിടെ ജീവിച്ച് ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കെ ഒരു ജനത വരുന്നു, എവിടെ നിന്നെന്നറിയാതെ. എന്നിട്ട് അവർ പറയുന്നു, 2000 കൊല്ലം മുമ്പ് ഞങ്ങളുടെ അച്ഛന്മാർ ഇവിടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് പൊക്കോളാൻ പറഞ്ഞാൽ കായംകുളങ്കാരൊക്കെ പോവല്ലോ അല്ലേ? എന്ത് ന്യായമാണ് ഇന്ത്യയുടെ ഭരണാധികാരികൾക്ക്? എന്ത് ന്യായമാണ്? അവർ പൊക്കോളാൻ പറഞ്ഞാൽ പൊയ്ക്കോളാം അത്രേ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ രാജ്യം പിടിച്ചെടുത്ത് ഒരു രാഷ്ട്രമുണ്ടാക്കി കൊടുത്തു. എന്നാൽ എന്താ ചെയ്യണ്ടേ? അവർക്കൊരു രാജ്യം മതി. ഒരു രാജ്യം എങ്ങനെയെങ്കിലും കയറിക്കിടക്കാൻ ചെതറിപ്പോയവർക്ക് ഒരിടമില്ലാത്തത് കൊണ്ട് ഒരിടം കിട്ടാനാണെങ്കിൽ
അത് നമുക്ക് ഒരളവ് വരെ മാനിക്കാം. പക്ഷെ അവർ കയറി വന്നതിന് ശേഷം അവരുടെ രാജ്യാതിർത്തികൾ വിസ്തൃതമാക്കി യുദ്ധം ചെയ്ത് ഒരുപാട് മേഖലകൾ അറബികളോട് 6 നാൾ നീണ്ടുനിന്ന യുദ്ധത്തിൽ പിടിച്ചെടുത്തു. പിന്നെയും പിടിച്ചെടുക്കുക. അവിടെ ജീവിച്ച ജനങ്ങൾക്ക് ജീവിക്കാൻ 1 ഇഞ്ച് ഇടം കൊടുത്തിട്ടല്ല, അവർ പിടിച്ചെടുക്കുന്നിടത്ത് നിന്ന് മുഴുവൻ അവരെ പുറന്തള്ളുകയാണ്.